Hi, welcome to new lecture of the numerical analysis. Today we are going to discuss about matrices and linear system of equations in chapter 4. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് കണ്ടെയ്ൻ ചെയ്തത് matrix inversion, Gauss elimination, matrix inversion, Gauss elimination, Gauss-Jordan method, modified Gauss method to find inverse, LU decomposition, Jacobi's method, Gauss-Seidel, eigenvalue problem. ഇതിൽ എന്ത് വന്നു കഴിഞ്ഞാലും LU decomposition മസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, എക്സ്ട്രാ ടൈപ്പ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഐഗൻ പ്രോബ്ലത്തിലും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നും ചോദിക്കാറുണ്ട്. ബാക്കിയുള്ളതെല്ലാം 1 by 1 ആയിട്ട് തന്നെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പോർഷനിലെങ്കിലും അല്ലെങ്കിൽ ഗോസ് എലിമിനേഷനും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനും ഇല്ല. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് we are going to discuss about matrix inversion. Matrix inversion already നിങ്ങൾ +2 സമയത്തെ പഠിച്ചിട്ടുണ്ട്. Matrix inversion method. ഓക്കെ, ഞാനത് ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡിൽ ഞാൻ ഏത് മെത്തേഡ് എന്താണെന്നൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നില്ല. ഡിസ്ക്രൈബ് ചെയ്യാൻ അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു സിസ്റ്റം, സപ്പോസ് ദി സിസ്റ്റം ഇസ് a11 x1 പ്ലസ് എക്സെട്രാ പ്ലസ് a1n xn ഈക്വൽ ടു b1 എക്സെട്രാ an1 x1 plus etc plus ann xn equal to bn. ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എങ്കിൽ ഇതിനെ ax equal to b എന്ന് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് x വാലുവേറ്റ് ചെയ്യുന്നത് x is equal to a inverse b വെച്ചിട്ടാണ്. x equal to a inverse b. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ മെട്രിക്സ് a വാലുവേറ്റ് ചെയ്ത് അതിന്റെ ഇൻവേഴ്സ് കണ്ട് ബിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയതിൽ നിന്നാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ ഇവാലുവേറ്റ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3x plus y plus 2z equal to 3. അടുത്തത് 2x minus 3y minus z equal to minus 3. Next one, x plus 2y plus z equal to 4. This is a system of equations, given system of equations. So first ഈ സിസ്റ്റത്തിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണം? ax equal to b. a എന്തായിരിക്കും? ഓരോന്നിന്റെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതാം. 3 1 2 2 minus 3 minus 1 പിന്നെ എന്താ 1 2 1. b എന്താണ്? b is equal to 3 minus 3 4. 3 minus 3 4. ഇനി ചെയ്യാനുള്ളത് a ഇവാലുവേറ്റ് a എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് കാണേണ്ടത് a ഇൻവേഴ്സ്. ഫൈൻഡ് a ഇൻവേഴ്സ്. അതാണ് മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ്. a ഇൻവേഴ്സ് കാണുന്നതിന് മുന്നേ വാട്ട് ഈസ് മീൻ ബൈ ഡിറ്റർമിനന്റ് ഓഫ് a? That is 3 1 2 2 minus 3 minus 1 1 2 1, which is equal to 3 into the multiply ചെയ്യാ minus 3 minus minus 2 minus 1 into 2 minus minus 1 plus 2 into 4 minus minus 3, that's equal to 3 into ഇവിടെ പ്ലസ് ആയി അപ്പോൾ മൈനസ് 1 വരും. മൈനസ് 1 ഇൻറ്റു ഇവിടെ 3 വരും. പ്ലസ് 2 ഇൻറ്റു ഇവിടെ 7 വരും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 14, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 6 പ്ലസ് 14. അപ്പോൾ എത്ര കിട്ടും? ആൻസർ ഇസ് ഈക്വൽ ടു 8. ഡിറ്റർമിനന്റ് ഓഫ് എ 8 ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ഇനി ഇതിന്റെ
adjoint A find out ചെയ്യണം. adjoint A കാണണമെങ്കിൽ ഇതിന്റെ cofactorന്റെ സെറ്റിന്റെ ഇൻവേഴ്സ് ആണ് adjoint A വരിക. അപ്പോൾ cofactor of A എന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓൾറെഡി ഇവിടെ മെട്രിക്സ് ഉണ്ട്, അത് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഈ പൊസിഷനിൽ കിടക്കുന്നത് -3 -1 ആണ്. -1 ആയതുകൊണ്ട് ഇത് വരിക ഫസ്റ്റ് പൊസിഷനിൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വരിക -1 raised to 1 plus 1 that is സ്ക്വയർ ആണ്. -1 വന്നു. -1 ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൊഫാക്ടർ എടുത്തിട്ട് അതിന്റെ നെഗറ്റീവ് സൈനോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി ഇത് A11 ആണ്, ഇത് A1, ഇത് A13. അപ്പോൾ -1 raised to 1 plus 1 ആണ് ഇവിടുത്തെ പൊസിഷനിൽ വരിക ഇൻറ്റു -1. -1 സ്ക്വയർ ആണല്ലോ, അപ്പോൾ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു -1 കിട്ടി. ഇനി 1ന് കറസ്പോണ്ടിങ് കൊഫാക്ടർ മൈനർ എടുക്കുവാണെങ്കിൽ 2 -1 3 വന്നു. പക്ഷെ ഇവിടെ 1 plus 2 -1 raised to അതായത് കറസ്പോണ്ടിങ് ടു A12, ഇത് A11 ആണ്. കറസ്പോണ്ടിങ് ടു A12 minor is equal to -1 raised to 1 plus 2 into 3, that's equal to -3 വന്നു. A13ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ -1 raised to 13 ആണെങ്കിൽ 1 plus 3 into 2ന് കറസ്പോണ്ടിങ് 2 into 2 4 -3, അപ്പോൾ 7 വരും. ആക്ച്വലി ഇത് 7 ആണ് കിട്ടുക. ഇതേപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ adjoint A divided by adjoint A is equal to എന്ത് വരും? that is -1 3 5 -3 1 7 പിന്നെയുള്ളത് 7 -5 -11. ഇത്രയാണ് adjoint A കിട്ടുക. അപ്പോൾ A ഇൻവേഴ്സ് എന്ത് കിട്ടും? ഡിവൈഡഡ് ബൈ 8 ആണ്. സോ ദിസ് ഇസ് -1/8 3/8 5/8 -3/8 1/8 7/8 7/8 -5/8 -11/8. Okay, this is A inverse. ഇനി ചെയ്യാനുള്ളത് A inverse into B ചെയ്യാം. A inverse is equal to -1/8 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. -1 3 5 -3 1 7 പിന്നെയുള്ളത് 7 -5 -11 into B. B എത്ര വാല്യൂ? that is 3 -3 4. അപ്പോൾ എന്ത് വരും? 1/8 into ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. -3 3 into -3 -9 plus 5 into 4 20. നെക്സ്റ്റ് ടേം വരികയാണെങ്കിൽ -9 -3 plus 28. Next 21 plus 15 minus 44, which is same as 1/8 into ഇത് എത്ര വരിക? -12 plus 20 വരും. അപ്പോൾ 8 കിട്ടും. ഓക്കെ, ഇവിടെ -12 ഇവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 ആണ് വരിക. 16 വന്നു. ഇനി അടുത്തതിൽ ഇത് എത്ര വന്നു? 36 വന്നു. 36 44 കൊടുത്തു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ that is -8 വന്നു. So the answer will be എന്ത് വരും? 1 2 -1. അപ്പോൾ എന്ത് കിട്ടി? x equal to 1
y equal to 2, z equal to minus 1. This is the answer corresponding to the system of equation. ഈ രീതിയിലാണ് മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് ചെയ്യേണ്ടത്. എ ഇൻവേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുക, ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എ ഇൻവേഴ്സ് കാണാൻ പറ്റുള്ളൂ. ഇത് അഡ്ജോയിന്റ് എ എടുക്കുക. അഡ്ജോയിന്റ് എ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ മൈനർ കണ്ടിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതിയാവും. അതായത് -1, -3, 7 എന്നുള്ളത് ആക്ച്വലി ആ ഫസ്റ്റത്തെ ഫാക്ടർ ഉണ്ടല്ലോ, ഇത് മൂന്നിൻ്റെയാണ് നമ്മുടെ മൈനർ വരുന്നത്. അത് നേരെ എന്തായിട്ട് എഴുതുക, ഫസ്റ്റ് റോയുടെ മൈനേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അത് ഫസ്റ്റ് കോളായിട്ട് എഴുതുക. സെക്കൻഡ് റോയുടെ കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് കോളായിട്ട് എഴുതുക. തേർഡ് റോയുടെ കണ്ടുപിടിച്ചിട്ട് തേർഡ് കോളമായിട്ട് എഴുതുക. ഈ രീതിയിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ രീതിയിൽ അഡ്ജോയിന്റ് എ കിട്ടും. അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ് എ ഇൻവേഴ്സ്. ഇനി അതും ബി യു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഓക്കെ.